ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 4th യൂണിറ്റായ ദ ഹീലിംഗ് ടച്ചിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ദ ഗിവിംഗ് ട്രീ. നമുക്ക് ആദ്യം ഓഥറിനെ പറ്റി ഒന്ന് നോക്കാം. ഷെൽഡൻ അലൻ സിൽവർസ്റ്റെയിൻ വാസ് ആൻ അമേരിക്കൻ റൈറ്റർ, പോയറ്റ്, കാർട്ടൂണിസ്റ്റ്, സിംഗർ, സോങ് റൈറ്റർ, മ്യൂസീഷ്യൻ ആൻഡ് playwright. He wrote under the pen name Uncle Shelby. ഷെൽഡൻ അലൻ സിൽവർസ്റ്റൈൻ എന്ന റൈറ്റർ ഒരു അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം കവിതകൾ എഴുതാറുണ്ടായിരുന്നു, കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, സിംഗർ ആയിരുന്നു, അതുപോലെ പാട്ടുകൾ എഴുതുമായിരുന്നു, മ്യൂസീഷ്യൻ ആയിരുന്നു, നാടകകൃത്തായിരുന്നു. അപ്പോൾ പല മേഖലകളിലും അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ് അങ്കിൾ ഷെൽബി. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അതൊരു പിക്ചർ സ്റ്റോറിയാണ്. ഇതൊരു ബോയും ട്രീയും ഒരു മരവും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയുള്ള ഒരു പിക്ചർ സ്റ്റോറിയാണ്. Once there was a tree, there was a little boy too. Every day the boy would come to the tree. The tree was his intimate friend. ഒരിടത്ത് ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിനടുത്തേക്ക് എന്നും ഒരു ആൺകുട്ടി വരും. ആ മരം അവൻ്റെ ഇൻറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു. He would gather her leaves. ആ കുട്ടി ആ മരത്തിൻ്റെ ഇലകളെല്ലാം കളക്ട് ചെയ്യുമായിരുന്നു. ഗ്യാദർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കളക്ട് ചെയ്യുക എന്നാണ്. ആൻഡ് മേക്ക് ദം ഇൻ ടു ക്രൗൺസ് ആൻഡ് പ്ലേ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. അത് വെച്ച് അവന് കിരീടമൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു. എന്നിട്ട് ആ ഫോറസ്റ്റിലെ രാജാവാണെന്ന് പറയും. ഹീ വുഡ് ക്ലൈംബ് അപ്പ് ഹർ ട്രങ്ക്. അതിൻ്റെ ആ മരത്തിൽ അവൻ ഇങ്ങനെ പിടിച്ച് കയറുമായിരുന്നു. സ്വിങ് ഫ്രം ഹർ ബ്രാഞ്ചസ്. ആ മരത്തിൽ അതിൻ്റെ ആ തായ്തടിയിൽ ഇങ്ങനെ പിടിച്ചു കയറി അതിൻ്റെ ചില്ലകളിൽ ഇങ്ങനെ ഊഞ്ഞാലാടുമായിരുന്നു. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക. പ്ലക്ക് ഹർ ഫ്രൂട്ട്സ് ആൻഡ് ഈറ്റ് ദം. ആ മരത്തിൻ്റെ പഴങ്ങളൊക്കെ പറിച്ചെടുക്കും. പ്ലക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക. എന്നിട്ട് അതൊക്കെ കഴിക്കുമായിരുന്നു. They would play hide and seek. When he was tired, he would sleep in her shade. They would play hide and seek. അവർ ഒളിച്ചേ കണ്ടയൊക്കെ കളിക്കുമായിരുന്നു. അതിനുശേഷം അവൻ ടയേർഡാകുമ്പോൾ, ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനാകുമ്പോൾ അതിൻ്റെ തന്നെ തണലിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണൽ. ദ ബോയ് ലവ്ഡ് ദ ട്രീ വെരി മച്ച്. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മരത്തിന്. ദ ട്രീ വാസ് വെരി ഹാപ്പി. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. ടൈം വെന്റ് ബൈ. ദ ബോയ് ഗ്രൂ അപ്പ്. അങ്ങനെ വർഷങ്ങളൊക്കെ കടന്നുപോയി, സമയം കടന്നുപോയി. ആ ആൺകുട്ടി വളർന്ന് വലുതായി. ദ ട്രീ വാസ് ഓഫൺ എലോൺ. അപ്പോൾ ആ മരം തനിച്ചായി. ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ബോയ് അങ്ങോട്ട് വരികയുള്ളൂ. അപ്പോൾ തനിച്ചായി. വൺ ഡേ ഹീ കെയിം ബാക്ക് ടു ദി ട്രീ. ഒരു ദിവസം ആ കുട്ടി മരത്തിനടുത്തേക്ക് വന്നു. ഇപ്പോൾ അത് ആ കുട്ടി കുറച്ചും കൂടി വളർന്നു വലുതായി. കം ഡിയർ, climb up my trunk and swing from my branches, eat my fruits and play in my shade, the tree told him. ആ മരം അവനോട് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ ശരീരത്തിലൊക്കെ കയറി നീ എൻ്റെ ചില്ലകളിലൂടെ ഊഞ്ഞാലാടൂ, എൻ്റെ പഴങ്ങളൊക്കെ പറിച്ച് കഴിച്ചുകൊള്ളൂ, അതിനുശേഷം എൻ്റെ തണലിൽ കളിക്കാം, നിനക്കിവിടെ വിശ്രമിക്കാം. ഐ ആം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. അപ്പോൾ അവനെന്താ മറുപടി പറഞ്ഞേ? ഞാൻ വളരെ വലുതായി, എനിക്കിപ്പോൾ കളിക്കാൻ പ്രായമൊന്നുമല്ല. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിൽ രസിക്കാനാണ് താല്പര്യം. ക്യാൻ യു ഗിവ് മീ സം മണി? നീ എനിക്ക് കുറച്ച് പൈസ തരുമോ? ദ ബോയ് ആസ്റ്റ്. അങ്ങനെ അവൻ ആ മരത്തിനോട് പൈസ ചോദിക്കാൻ തുടങ്ങി. ഐ ആം സോറി, ഐ ഹാവ് നോ മണി, ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പം മരം എന്ത് മറുപടി പറഞ്ഞു? ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് പൈസയൊന്നുമില്ല, എൻ്റെ ഇലകളും പഴങ്ങളും മാത്രമേ ഉള്ളൂ. ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം ഇൻ ദി സിറ്റി, സെറ്റ് ദ ട്രീ. എൻ്റെ പഴങ്ങളൊക്കെ എടുക്കൂ, എന്നിട്ട് അവ സിറ്റിയിൽ കൊണ്ടുപോയി വിറ്റോളൂ, മരം പറഞ്ഞു. He climbed up, gathered her fruits and carried them away. The tree was happy. അങ്ങനെ അവൻ ആ മരത്തിൽ കയറി. ക്ലൈംഡ് അപ്പ് എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറി. ഗ്യാതേർഡ് ഹർ ഫ്രൂട്ട്സ്, അതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് എടുത്തു. ക്യാരിഡ് ദം എവേ, അത് ചുവന്നുകൊണ്ടുപോയി സിറ്റിയിൽ വിറ്റു. വൺ ഡേ ദ ബോയ് ഹു ഹാഡ് നൗ ബിക്കം എ മാൻ. ഇപ്പം അവൻ വളർന്ന് പിന്നെയും വലിയൊരു മനുഷ്യനായി, ഒരു പ്രായമായ ഒരു മെച്യൂരിറ്റിയുള്ള ഒരു യുവാവായിട്ട് മാറി. വൺ ഡേ ദ ബോയ് ഹു ഹാഡ് നൗ ബിക്കം എ മാൻ returned and the tree shook her leaves with joy.
അവനെ കണ്ടപ്പോൾ ആ മരത്തിന് ഭയങ്കര സന്തോഷമായി. മരം തൻ്റെ ഇലകളൊക്കെ ആട്ടാൻ തുടങ്ങി, ഇങ്ങനെ ആടിക്കളിക്കാൻ തുടങ്ങി. കം ആൻഡ് പ്ലേ വിത്ത് മീ ക്രൈഡ് ദ ട്രീ. മരം വളരെ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു, വരൂ എൻ്റെ കൂട്ടത്തിൽ കളിക്കൂ. ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ, ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി. എനിക്ക് കളിക്കാനൊന്നും നേരമില്ല, എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ജോലി ചെയ്യാനുണ്ട്. വി നീഡ് എ ഹൗസ് ഫോർ ഷെൽട്ടർ, ക്യാൻ യു ഹെൽപ്പ് മീ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കളിക്കാൻ സമയമില്ല, എനിക്ക് ഒരു വീടുണ്ടാക്കണം, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഐ ഹാവ് നോ ഹൗസ് ടു ഗീവ് യു, ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്. മരം എന്ത് പറഞ്ഞു? മരം പറഞ്ഞു, എനിക്ക് നിനക്ക് തരാനായിട്ട് വീടൊന്നുമില്ല, ഈ കാടാണ് എൻ്റെ വീട്. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ്. നീ എൻ്റെ മരച്ചില്ലകളൊക്കെ മുറിച്ചെടുക്കൂ, എന്നിട്ടൊരു വീടുണ്ടാക്കൂ. ഹി കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്യാരീഡ് ദം എവേ. അവൻ ആ മരത്തിൻ്റെ ചില്ലകളെല്ലാം മുറിച്ചെടുത്തുകൊണ്ട് പോയി. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ഹിം. മരത്തിന് ഭയങ്കര സന്തോഷമായി, അവനെ ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞല്ലോ. അഗെയിൻ ഹി സ്റ്റേയ്ഡ് അവേ ഫോർ എ ലോങ് ടൈം. പിന്നെ കുറേ നാളത്തേന് അയാൾ അങ്ങോട്ട് വന്നേയില്ല. വെൻ ഹി കെയിം ബാക്ക് ദ ട്രീ വാസ് സോ ഹാപ്പി. വളരെ നാളുകൾക്ക് ശേഷം അയാളെ വീണ്ടും കണ്ടപ്പോൾ മരത്തിന് സന്തോഷമായി. ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. മരത്തിന് സംസാരിക്കാനൊക്കെ വിഷമമായി. കം ആൻഡ് പ്ലേ വിത്ത് മീ ദ ട്രീ വിസ്പേർഡ്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, ശബ്ദം കുറച്ച് പറയുന്നതിനാണ്. അപ്പോൾ ട്രീ ഇപ്പോൾ വളരെ ടയേർഡാണ്, അതാണ് ഹാർഡ്ലി സ്പീക്ക് എന്ന് പറഞ്ഞ്, കഷ്ടിച്ചാണ് സംസാരിക്കാൻ കഴിയുക. അപ്പോൾ മരം പറഞ്ഞു, വരൂ എൻ്റെ കൂടെ കളിക്കൂ. ഐ എം ടു ഓൾഡ് ടു പ്ലേ. അയാൾക്കും പ്രായമായി. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കും നല്ല പ്രായമായി. ഐ വാണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ അവേ ഫ്രം ഹിയർ. എനിക്കൊരു ബോട്ട് വേണം, എന്നെ ഇവിടെ നിന്ന് വളരെ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ. ക്യാൻ യു ഗിവ് മീ എ ബോട്ട്. നിനക്ക് എനിക്കൊരു ബോട്ട് തരാൻ കഴിയുമോ? ദ മാൻ ആസ്റ്റ്. മനുഷ്യൻ ചോദിച്ചു. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഈ തായ്തടി, എൻ്റെ ഈ തടി തന്നെ വെട്ടിയെടുത്തോളൂ. യു ക്യാൻ സെയിൽ ഫാർ അവേ ആൻഡ് ബി ഹാപ്പി. നിനക്ക് അങ്ങനെ വളരെ ദൂരേക്ക് പോവാം, സന്തോഷമായിട്ടിരിക്കാം. സെഡ് ദ ട്രീ. സോ ദ മാൻ കട്ട് ഡൗൺ ദ ട്രങ്ക് ഓഫ് ദി ട്രീ ടു മേക്ക് എ ബോട്ട് ഫോർ ഹിം. അപ്പോൾ ആ മനുഷ്യൻ ആ മരത്തിൻ്റെ ആ ഒരു മരം തന്നെ പകുതിയായിട്ട് മുറിച്ചെടുത്തു, എന്നിട്ടത് ബോട്ട് ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോയി. ട്രങ്ക് എന്ന് പറയുന്നത് തായ്തടിയാണ്. ഹി വെൻറ്റ് സെയിലിംഗ് ആൻഡ് നെവർ സ്റ്റോപ്ഡ് അപ്പ് ഫോർ എ ലോങ് ടൈം. അങ്ങനെ അയാൾ ബോട്ടൊക്കെ ഉണ്ടാക്കി കുറേ ദൂരത്തേക്ക് പോയി, പിന്നെ കുറേ നാളത്തേക്ക് അങ്ങോട്ടേക്ക് വന്നില്ല. ആഫ്റ്റർ എ ലോങ് ടൈം, വളരെ നാളുകൾക്ക് ശേഷം, ഹി കെയിം ബാക്ക് അഗെയിൻ. തിരിച്ചു വന്നു. ഐ എം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗീവ് യു. മരം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്കിനി നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല, ഒന്നും അവശേഷിച്ചിട്ടില്ല. മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ. എൻ്റെ പഴങ്ങളെല്ലാം പോയി. ദ ട്രീ സെഡ് സാഡ്ലി. സാഡ്ലി എന്ന് പറഞ്ഞാൽ വിഷമത്തോടെ. ഇറ്റ്സ് ഓക്കെ, മൈ ടീത്ത് ആർ ഓൾസോ വെരി വീക്ക് സെഡ് ദ മാൻ. അയാൾ പറഞ്ഞു, അത് സാരമില്ല, എൻ്റെ പല്ലുകളെല്ലാം പോയി, അപ്പോൾ ഇനിയിപ്പോൾ പഴങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. ദർ ഈസ് നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംബ് ഓൺ. മരം പറഞ്ഞു, ഇനി നിനക്ക് കയറാനായിട്ട് എനിക്ക് ശരീരമില്ലല്ലോ, മരം മുറിച്ചുകൊണ്ട് പോയില്ലേ ബോട്ടുണ്ടാക്കാൻ. അപ്പം മരം പറഞ്ഞു, ഇനി നിനക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ശരീരമില്ലല്ലോ. ദ ട്രീ സെറ്റ്, ഐ ആം ടു ഓൾഡ് ടു ക്ലൈംബ്. അപ്പം അയാൾ പറഞ്ഞു, ഞാനും വളരെയധികം പ്രായമായി, എനിക്കും മരം കയറാൻ പറ്റില്ല. ദ മാൻ റിപ്ലൈഡ്. റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു. ഐ ആം സോറി, ഐ വിഷ് ഐ കുഡ് ഗീവ് യു സംതിങ്, ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. ഐ ആം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റം. ദ ട്രീ വാസ് വെരി സാഡ്. അപ്പോൾ പറഞ്ഞു, ഞാൻ വളരെ പ്രായമായി, എൻ്റെ കയ്യിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട് നിനക്ക് എന്തെങ്കിലും തരണമെന്ന്, പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല. ഞാനൊരു പഴയ ഒരു സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ കുറ്റിയായിട്ട് മാറി എന്ന മരം സങ്കടപ്പെട്ടു. ഐ ഓൺലി നീഡ് എ ക്വയറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഐ ഓൺലി നീഡ് എ ക്വയറ്റ് പ്ലേസ്. വളരെ ശാന്തമായ സമാധാനപരമായ ഒരു സ്ഥലം ഇരിക്കാൻ എനിക്ക് ആവശ്യമുണ്ട്, അത് മാത്രമാണ് എനിക്ക് ആവശ്യം. അങ്ങനെ ഇരുന്ന് എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. സെഡ് ദ മാൻ. പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. അപ്പോൾ ആ മരത്തിൻ്റെ അവശേഷിക്കുന്ന ആ ഭാഗം പറഞ്ഞു, വരൂ എൻ്റെ ആ ശരീരത്തിൽ ഇരുന്നു കൊള്ളൂ, എന്നിട്ട് റെസ്റ്റ് എടുത്തോളൂ. ദ മാൻ സാറ്റ് ഡൗൺ. അയാൾ ഇരുന്നു.
The tree was happy and smiled again. വീണ്ടും മരത്തിന് വളരെ സന്തോഷമായി, അവൻ വന്നല്ലോ. അപ്പോൾ മരം സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ഇവിടെ ഒരു വാചകം തന്നിട്ടുണ്ട്. നെവർ ഫോർഗെറ്റ് ദോസ് ഹു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അസ്. നമ്മളെ സഹായിച്ചവരെ, നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ആകെ 3 ആക്ടിവിറ്റികളെ ഇതിനകത്തുള്ളൂ. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവിംഗ് ട്രീ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. എങ്ങനെയാണ് ഗിവിംഗ് ട്രീ എന്ന ഈ തലക്കെട്ട് ഇതിന് യോജിക്കുക? The title is very suitable for the story because the tree is always giving things to the man and it doesn't expect anything in return. ഗിവിംഗ് ട്രീ എന്ന ഈ ടൈറ്റില് വളരെ അനുയോജ്യമാണ്. കാരണം മരം പല വിധത്തിലുള്ള വസ്തുക്കൾ ആ മനുഷ്യന് കൊടുത്തു, മറിച്ച് അതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതിന് തിരിച്ചൊന്നും വേണമെന്നില്ല, അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആക്ടിവിറ്റി 2, the tree invited the man to sit down and take rest on its stump. The man did so and started thinking about the tree. What would be his thought? ആ സ്റ്റോറിയുടെ അവസാനം ആ മരം ആ മനുഷ്യനെ അവിടെ ഇരിക്കാനായിട്ട്, അതിൻ്റെ സ്റ്റമ്പിൽ ഇരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ആ ഇരിക്കുന്ന സമയത്ത് അയാൾ എന്തൊക്കെയായിരിക്കും ആ മരത്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക? അപ്പം നിങ്ങൾ ഭാവനയിൽ കാണുക, അയാൾ അവിടെ ഇരിക്കുമ്പോൾ എന്തൊക്കെ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. ആ ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ചിന്തിക്കാൻ സാധ്യതയുള്ള ആ തോട്ട്സ് ഇവിടെ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. Oh, this tree was my intimate friend in my childhood. ഈ ട്രീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. I played with this tree. ഞാനിതിൻ്റെ കൂട്ടത്തിൽ ധാരാളം കളിച്ചിട്ടുണ്ട്. Tree gave me everything it can. ഇതിന് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ മരം എനിക്ക് ചെയ്തു തന്നു. മൂന്നാമത്തെ ആക്ടിവിറ്റി, here are some events from the story The Giving Tree. Rearrange the jumbled sentence in the correct order. ആ സ്റ്റോറിയിലെ പല സെൻറ്റൻസ് ഇവിടെ തന്നിരിക്കുന്നു. ഇത് ജംബിൾഡ് ഓർഡറിലാണ്, അതായത് കറക്റ്റ് ഓർഡറിലല്ല. അതിനെ നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The old man returns to the tree, now a stump. He needs a house to live in. Years later, the man is in need of a boat to sail away. The tree offers its trunk to make a boat. He enjoys the tree's company and loves to climb up. One day he comes and asks the tree for money. As the boy grows older, he visits the tree less frequently. The tree gives him some fruits to sell in the city. A boy comes to play with the tree every day. The tree asks him to cut her branches. The tree says, please come sit down and take rest. ഇതെല്ലാം ആ സ്റ്റോറിയിൽ പലയിടത്തായിട്ട് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു ഓർഡറിലല്ല തന്നിരിക്കുന്നത്. നമുക്കത് ഓർഡറിലാക്കണം. ആൻസേഴ്സ്: എ ബോയ് കംസ് ടു പ്ലേ വിത്ത് ദി ട്രീ എവരി ഡേ. He enjoys the tree's company and loves to climb up. As the boy grows older, he visits the tree less frequently. One day he comes and asks the tree for money. The tree gives him some fruits to sell in the city. He needs a house to live in. The tree asks him to cut her branches. Years later, the man is in need of a boat to sail away. The tree offers its trunk to make a boat. The old man returns to the tree, now a stump. The tree says, please come sit down and take rest. ഇനി ആക്ടിവിറ്റി 4 ഉണ്ട്. അത് എഴുതാനായിട്ടൊന്നുമില്ല. പെർഫോം എ പപ്പറ്റ് ഷോ ബേസ്ഡ് ഓൺ ദി സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. നിങ്ങൾ ഒരു പപ്പറ്റ് ഷോ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.